ഹായ് ഫ്രണ്ട്സ്, ഹഫ്സാസ് കിച്ചൺ ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ സൗജ്യ. ഇന്ന് ഞാൻ ഇഡ്ഡലി പൊടിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. നമുക്ക് ഇഡ്ഡലി പൊടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാൻ ഈ പാത്രത്തിന് 2 പാത്രമാണ് അരി എടുത്തിട്ടുള്ളത്. ഇത് നാഴി പാത്രമാണ്. നമ്മൾ 2 പാത്രം അരി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ 1 പാത്രമാണ് മറ്റു ധാന്യങ്ങൾ എടുക്കേണ്ടത്. അതിന് 2 പിടിയായിട്ടാണ് ഞാൻ തോരൻ പരിപ്പ് ഇട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ 2 പിടിയിൽ ചെറുപയറും ഇടാം. ഇനി നമുക്ക് പൊട്ടുകടല 1 പിടി ഇട്ടാൽ മതി. പിന്നെ ഉഴുന്ന് 2 പിടി, കൈ ഉള്ളിലേക്ക് ഉള്ള വരുന്ന പോലെയാണ് 2 പിടി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഉലുവ 1 ടീസ്പൂൺ. ഇനി നമുക്ക് ഇതുപോലെ 2-3 പീസ് പട്ടയും ഒരു 4-5 കരാമ്പും 4-5 ഏലക്കയും ചേർത്ത് കൊടുക്കാം. ഇത് നിർബന്ധമില്ല, ഒരു മണത്തിന് വേണ്ടിയിട്ടാണ്. 1 പിടി ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറുപയർ പരിപ്പാണ്. അതുപോലെ കടലപ്പരിപ്പ് 1 പിടി. ഇതെല്ലാം ഇടുമ്പോൾ തന്നെ നമുക്ക് 1 പാത്രം നിറഞ്ഞു കിട്ടിയിട്ടുണ്ട്. നന്നായി അരി ആദ്യം വറുത്തെടുക്കാം. അരി പെട്ടെന്ന് കരിയും, അപ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നമ്മൾ അരി ഒന്നിച്ചിട്ട് വറുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കുറച്ചിട്ട് ആക്കുകയാണെങ്കിൽ പെട്ടെന്നായി കിട്ടും. ഒന്നിച്ചിട്ടുകയാണെങ്കിൽ അത് സമമായിട്ട് അത് വെന്തുവരെ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇതാണ് അതിൻ്റെ പാകം. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ശേഷം നമുക്ക് ധാന്യങ്ങൾ വറുത്തെടുക്കാം. ഈ പാത്രത്തിന് തന്നെ 1 പാത്രം ഈ ചുവപ്പ് ഉണക്കമുളക് കൂടെ എടുക്കണം. ധാന്യങ്ങളും കരിയാതെ ഇളക്കി കൊടുത്ത് വറുത്തെടുക്കാം. ഈ ധാന്യങ്ങളുടെ കൂടെ ഞാൻ 1 പിടി കുരുമുളക് കൂടെ ചേർത്തണം. അത് ഞാൻ മറന്നതാണ്. ആ 1 പിടി കുരുമുളക് ഇതിൽ ചേർത്ത് കൊടുക്കണം. നന്നായി കരിയാതെ നന്നായി വറുത്തെടുക്കുക. ശേഷം വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ ഉണക്കമുളക് വറുത്തെടുക്കണം. ഈ ഉണക്കമുളക് അതേപോലെ 1 പാത്രമാണ് അതിലിട്ടിട്ടുള്ളത്. അതിലേക്ക് 1 പിടി ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് നമുക്ക് ശേഷം പോരെങ്കിൽ പൊടി ഉപ്പ് ചേർത്ത് കൊടുക്കാം പൊടിച്ചതിന് ശേഷം. ഇപ്പോൾ 1 പിടി ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. അതോടൊപ്പം നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. കറിവേപ്പിൻ്റെ ഇല കുറച്ചധികം ചേർക്കുന്നത് നല്ലതാണ്. കുട്ടികൾ ഈ പൊടി കഴിക്കുമ്പോൾ അവർക്ക് ഈ ധാന്യങ്ങളുടെ ഗുണങ്ങളും കറിവേപ്പിൻ്റെ എല്ലാ ഗുണങ്ങളും ഒരുമിച്ച് അവർക്ക് ലഭിക്കും. കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 പിടിയോളം ചേർത്ത്. ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയാണ്. എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. അരി, ഉണക്കമുളക്, ഉപ്പ്, കറിവേപ്പില, ധാന്യങ്ങൾ ഇതെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഈ ഇഡ്ഡലി പൊടി ഉണ്ടാക്കാൻ ചിലവർക്ക് ഈ ന്യൂ ജനറേഷൻ കുട്ടികൾക്കൊന്നും ഇത് അറിയില്ല. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാളും ഹൈജീനിക്കും കുറേ കാലം നമുക്ക് എടുത്തു വെച്ച് കഴിക്കാൻ പറ്റിയതുമായ ഒരു പൊടിയാണ് ഇഡ്ഡലി പൊടി. എല്ലാം നന്നായി വറുത്തെടുത്തതുകൊണ്ട് പെട്ടെന്നൊന്നും കേട് വരില്ല. ഇതെല്ലാം നന്നായി ഒന്ന് പൊടിച്ചെടുക്കുക. ഞാനിത് ആദ്യം ഒന്ന് പൊടിച്ചത് കുറച്ച് തരിയോട് കൂടിയാണ്. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ മിക്സിയിലിട്ട് എല്ലാം പാടെ ഒന്നുകൂടെ പൊടിച്ചിട്ടുണ്ട്. ചിലർക്ക് തരിയായിട്ടാണ് ഇഷ്ടമെങ്കിൽ അതിനനുസരിച്ച് പൊടിച്ചാൽ മതി. അല്ല നന്നായി ഫൈനായിട്ട് പൊടിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഇട്ട് എല്ലാം കൂടെ ഒന്ന് കറക്റ്റായി മിക്സ് ആകാൻ വേണ്ടിയിട്ട് എല്ലാം പാടെ ഒന്ന് തിരിപ്പിച്ചെടുക്കുക. ഇത് കണ്ടില്ലേ, നമ്മളുടെ ഇഡ്ഡലി പൊടി റെഡി ആയിട്ടുണ്ട്. ചിലർ ഇത് എണ്ണ ഒഴിച്ച് ഇതുപോലെ കഴിക്കും, അല്ലെങ്കിൽ ചട്നിക്കൊപ്പം എണ്ണ ഒഴിക്കാതെ വെറുതെയും കഴിക്കാറുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.